ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു സാവകാശം കൂടി ഒരുക്കിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ കർത്താവിന് വഴി ഒരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചില പ്രത്യേകതകളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. 1-ാം അധ്യായം അതിന്റെ 28 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. തുടർന്നുള്ള വാക്യങ്ങളും യോഹന്നാൻ സ്നാപകനെ കുറിച്ച് തന്നെ, അല്ലെങ്കിൽ സ്നാപകന്റെ ശുശ്രൂഷയെ കുറിച്ച് തന്നെയാണ് യോഹന്നാൻ എഴുതി വരുന്നത്. അതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു കാരണം, അപ്പോസ്തലൻ യോഹന്നാൻ, എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ പ്രാരംഭമായി സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഗുരുവിൽ നിന്ന് കേട്ടു പഠിക്കുന്ന കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാനും അത് മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും പകർന്നു നൽകുവാനും ശിഷ്യന്മാർ കാണിക്കുന്ന ഒരു വ്യഗ്രത അല്ലെങ്കിൽ ഒരു ജാഗ്രത, ഇതാണ് നമുക്ക് യോഹന്നാന്റെ എഴുത്തിൽ പ്രത്യേകിച്ച് കാണുവാനായിട്ടുള്ളത്. അത് യോഹന്നാൻ സ്വാഭാവികമായിട്ട് എഴുതി എന്നുള്ളതല്ല, ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാനെ കൊണ്ട് ആ കാര്യങ്ങൾ എഴുതിച്ചു. അതിനൊരു കാരണമുണ്ട്. നമ്മൾ മനുഷ്യ നിലയിൽ, എഴുത്തുകാരെന്നുള്ള നിലയിലാണ് യോഹന്നാൻ എന്ന് എടുത്തു പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് ആ വിഷയം രേഖപ്പെടുത്തി നൽകുന്നത്. എന്നാൽ യോഹന്നാൻ, നമ്മൾ ആദ്യ ക്ലാസ്സിൽ ശ്രദ്ധിച്ചതുപോലെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തിനു വേണ്ടിയാണ് താൻ ഈ വിഷയം എഴുതുന്നത് എന്നത് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് ആളുകൾ അറിയുവാനും അവനിൽ വിശ്വസിക്കുവാനും, അതാണ് യോഹന്നാന്റെ ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിന് മതിയായ എല്ലാ വിവരങ്ങളും ഏറ്റവും ലളിതമായ നിലയിൽ വെളിപ്പെടുത്തി തരുവാനായിട്ടാണ് യോഹന്നാൻ ശ്രദ്ധിക്കുന്നത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചപ്പോൾ ലാസ്റ്റ് ചിന്തിച്ച വിഷയം, യേശുവിന്റെ ദാസനായി തന്നെത്താൻ പരിചയപ്പെടുത്തുന്ന, വിധേയത്വം വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് സ്നാപക യോഹന്നാനെ അവിടെ വെളിപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകൻ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ യോഹന്നാൻ സ്നാപകൻ, അവിടെ നടക്കുന്ന വിഷയം നമുക്കറിയാവുന്ന വിഷയമാണ്. യേശു കർത്താവ് ചിലരെ സ്നാനപ്പെടുത്തുന്നു, യോഹന്നാനും ചിലരെ സ്നാനപ്പെടുത്തുന്നു. ഈ രണ്ട് ആളുകൾ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാർ സ്നാപകന്റെ അടുക്കൽ വന്നിട്ട് യേശു കൂടുതൽ ആളുകൾ, അതായത് സ്നാപക യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നതിൽ കൂടുതൽ ആളുകളെ സ്നാനം കഴിപ്പിക്കുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറവായിട്ടാണ് അവിടെ വന്നപ്പോൾ അവിടെ ഒരു സംവാദം നടക്കുന്നതായിട്ട് നമ്മൾ, വിശുദ്ധീകരണം എന്നുള്ള വിഷയത്തിൽ ഒരു സംവാദം നടക്കുന്നതായിട്ട് നമ്മൾ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നാലെ വരുന്നതാണ്. എന്നാൽ അവിടെ യോഹന്നാൻ ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മനോഭാവം, അത് തുടക്കം മുതൽ ഒടുക്കം വരെ, തൻ്റെ ജീവിതാന്ത്യം വരെ താൻ മുറുകെ പിടിച്ചിരുന്ന ഒരു വിഷയമായിരുന്നു. താൻ ആർക്ക് വഴിയൊരുക്കുവാനായിട്ട് വന്നോ അവനായിരിക്കണം പ്രധാന വിഷയം. അവനോ വളരണം, ഞാനോ കുറയണം. ക്രിസ്ത്യ ജീവിതത്തിൽ താഴ്മയെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും താഴ്മ മനോഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പ്രസംഗിക്കുകയും ധാരാളം കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ നമുക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താനാൽ പകർന്നു കിട്ടിയ ഒരു സ്വഭാവമാണ്, എനിക്ക് ദൈവത്തെ പോലെ തുല്യനായി തീരണം എന്നുള്ള അഹംഭാവം, അല്ലെങ്കിൽ ദൈവത്തോട് സമനാകണം എന്നുള്ള ഒരു ആഗ്രഹം. ഈ ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പൂർവ്വകാലങ്ങളിലും ഉണ്ട്, ഇക്കാലങ്ങളിലും ഉണ്ട്, ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെ തന്നെ സംഭവിക്കും. ആത്മീക ലോകത്തും ഉണ്ട്, സെക്കുലർ ലോകത്തും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. അത് സ്വാഭാവികമായിരിക്കുന്ന മനുഷ്യപ്രകൃതമാണ്. എന്നാൽ അതിന് വിരോധമായി ചില വ്യക്തിത്വങ്ങളിൽ ദൈവനിയോഗത്താൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട, നമ്മൾ മുറുകെ പിടിക്കേണ്ട ചില ക്വാളിറ്റീസ് അല്ലെങ്കിൽ യോഗ്യതകളായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പഠിക്കുമ്പോൾ, യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാനായിട്ട് യോഗ്യനല്ല എന്ന് 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അതേ വിഷയം തന്നെ എടുത്ത് പറയുകയാണ്, അവൻ വളരണം, ഞാനോ കുറയണം. അപ്പൊ യോഹന്നാൻ ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ യോഹന്നാന്റെ ഹൃദയത്തെ ഭരിച്ചൊരു വിഷയം നമുക്കറിയാം. പ്രാക്ടിക്കലി ഇവര് കസിൻസ് ആണ്. നമുക്കറിയാം, മറിയയുടെ ചാർച്ചക്കാരിയാണ് യോഹന്നാന്റെ അമ്മ എലിസബത്ത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ബന്ധുക്കളാണ്, നമുക്കറിയാം ബന്ധുക്കളായിരിക്കുന്ന വ്യക്തികൾ ശുശ്രൂഷ സ്ഥാനത്തുണ്ടെങ്കിൽ പരസ്പരം അംഗീകരിപ്പാനും സ്വീകരിപ്പാനൊക്കെ ഒരു ഒരു വൈമനസ്യം, പ്രത്യേകിച്ച് 6 മാസം മൂത്തതാണ് യോഹന്നാൻ സ്നാപകൻ. അപ്പൊ അതുകൊണ്ട് ജൂനിയർ ആയിട്ട് വന്ന തൻ്റെ കസിനായിട്ട് നിൽക്കുന്ന വ്യക്തിയെ അംഗീകരിക്കുക എന്നുള്ളത് സ്വാഭാവിക മാനുഷിക പ്രകൃതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ദൈവം അയച്ചിട്ടാണ്, നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാനെ പരിചയപ്പെടുന്നത്. ആ ദൈവനിയോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യം യോഹന്നാന്റെ ഹൃദയത്തെ ഭരിച്ചതുകൊണ്ട് യോഹന്നാന്റെ ജീവിതത്തിലെ ജീവിത ദർശനം, വീക്ഷണം എന്ന് പറയുന്നത് അവൻ വളരണം, ഞാനോ കുറയണം. പ്രായം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ പക്വത കൊണ്ടൊക്കെ ഒരു 6 മാസം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് ചേട്ടൻ എന്നുള്ളൊരു മനോഭാവം താൻ മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ ദാസൻ എന്നുള്ള മനോഭാവത്തിലേക്ക് താണു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്ന് പറയുന്നത്, കർത്താവിന് വഴി ഒരുക്കുവാനായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ വരുന്നത്. ഈ വഴി ഒരുക്കുമ്പോൾ യേശു ആരാണെന്ന് വാസ്തവമായിട്ട് ലോകത്തിന് മുമ്പാകെ ഏറ്റവും ലളിതമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ ശ്രദ്ധിക്കുന്നത്. നമ്മളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാ സുവിശേഷ വേലയിലൊക്കെ പങ്കാളികളാവുന്നവരാ. പക്ഷെ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, യോഹന്നാൻ സ്നാപകന് ലഭിച്ചിരുന്ന ദൈവശാസ്ത്ര ബോധ്യം, ദൈവനിയോഗം, ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് താൻ ആ വിഷയം ചേർത്ത് പിടിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രപരമായിരിക്കുന്ന അവബോധം, ഉൾക്കാഴ്ച അത് ലഭിച്ചിരിക്കുന്ന വ്യക്തികൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നത്, അല്ലെ പരിചയപ്പെടുത്തേണ്ടത്. എന്ന് നമ്മൾക്കറിയാം, ഇന്ന് ഈ ഒരു സംവിധാനത്തിന് കോട്ടങ്ങളും മാറ്റങ്ങളൊക്കെ വരും. എല്ലാം ഒന്നാണ്, എല്ലാം ഒന്നിലേക്ക് പോകുന്നു, എല്ലാം ഏക വഴിയാണ്, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വർഗത്തിലാണ് എന്നൊക്കെ ഒരു ഉപദേശ സംവിധാനം ഇന്ന് വരുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നു. ഒരു എക്യൂമെനിക്കൽ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് ലോകം പോകുന്ന സിസ്റ്റത്തോട് ചേർന്ന് നമ്മൾ പോകും. അതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. ദൈവശാസ്ത്രപരമായിട്ടുള്ള ബോധ്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ അങ്ങനെയല്ല. നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നു വരും. ഈ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തെ ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച വിഷയം, തൻ്റെ നിയോഗം എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ച യോഹന്നാൻ ഉണ്ടായിരുന്നു. ആ ഉൾക്കാഴ്ചയെ ബേസ് ചെയ്തുകൊണ്ടാണ് താൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം, പ്രവർത്തനം, ജയിൽവാസം, മരണം, ഇതൊക്കെ ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ചെയ്ത ശുശ്രൂഷയുടെ മഹത്വമാണ് എടുത്തു കാണിക്കുവാനായിട്ട് അപ്പൊ അതിനൊരു കാരണം എന്ന് പറയുന്നത്, യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തുവാണ് ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹ എന്നുള്ള ആ ഒരു വിഷയം ഇസ്രായേലിന്, അല്ലെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നിയോഗിതനായ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ. ആ സ്നാപക യോഹന്നാൻ ആ കർത്തവ്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മളെക്കുറിച്ചും ദൈവം നൽകിയിരിക്കുന്ന നിയോഗം വ്യക്തമായി മനസ്സിലാക്കി അത് ശുശ്രൂഷ നിറവേറ്റണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ലക്ഷ്യം. എന്നാൽ അത് യോഹന്നാൻ എങ്ങനെ ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത ഒരു സെക്ഷനായിട്ട് നിൽക്കുന്നത്. അതിനകത്ത് 5 കാര്യങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ആരാണ്? അപ്പം ഇതിനു മുമ്പ് ഞാൻ അവന്റെ കാലിൽ ചെരുപ്പഴിപ്പാൻ യോഗ്യനല്ല എന്നൊക്കെ യോഹന്നാൻ പറഞ്ഞു. എന്നാൽ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സന്ദേശത്തിന്റെ കാതലായ വിഷയം, കോർ സബ്ജക്റ്റ്, അതെന്താണ് എന്ന് യോഹന്നാൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി കൊണ്ടുവരിക. അത് പറയാൻ കാരണം ആ ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനം അപ്പോസ്തലനായ യോഹന്നാന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വിഷയം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ ആ വിഷയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നത്. നമ്മൾ 29-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റെന്നാൽ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു കർത്താവിനെ ശിഷ്യന്മാരുടെ മുമ്പാകെ, നമുക്കറിയാം നമ്മുടെ കോണ്ടെക്സ്റ്റ് പഠിക്കുന്നതിന് മുമ്പ് യഹൂദന്മാരുമായിട്ടുള്ള സംവാദമാണ് അവിടെ നടക്കുന്നത്. യഹൂദന്മാര്
യോഹന്നാനോട് നീ ആരാണ്, പ്രവാചകനാണോ മശിഹയാണോ എന്നൊക്കെ ചോദിക്കുന്ന വിഷയം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ശിഷ്യന്മാരുമായിട്ട് സ്നാപക യോഹന്നാൻ നിൽക്കുമ്പോൾ യേശു അതിലെ കടന്നു വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നല്ല യൗവനക്കാരായിരിക്കുന്ന യോഹന്നാനും മറ്റ് ഉൾപ്പെടെയുള്ള ശിഷ്യബൃന്ദങ്ങൾ അവിടെയുണ്ട്. 1-2 പേരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ അതിലേക്ക് കടന്നു വരും. ഈ ശിഷ്യന്മാരെ യോഹന്നാന്റെ കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾ യോഹന്നാനെ സ്നാപകനെ ആരൊക്കെയാണോ കേൾക്കുന്നത് അവരോട് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും മഹനീയമായിരിക്കുന്ന സന്ദേശമാണ് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇത് പഴയ നിയമത്തിന്റെ അതായത് യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അവരുടെ ശ്രദ്ധയുടെ അല്ലെ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒരു സന്ദേശമാണ് വാഗ്ദത്ത മശിഹയുടെ വരവ്. നമുക്കറിയാം, പഴയ നിയമ യാഗങ്ങളിൽ പെസഹ യാഗമുണ്ട്, രാവിലെയും വൈകിട്ടും ആടിനെ അർപ്പിക്കുന്ന യാഗമുണ്ട്, കുഞ്ഞാടിനെ, ഊനമില്ലാത്ത കുഞ്ഞാടിനെ യാഗമായിട്ട് അർപ്പിക്കുന്ന വിഷയമുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇത് തങ്ങളൊരു സൂചകമായിട്ട് ചെയ്യുന്നു, ഇതിന്റെ പൂർത്തീകരണം വരാനിരിക്കുന്നു എന്നുള്ളൊരു വിഷയം, ആ ഒരു പ്രവചനം, ആ ഒരു ദൈവിക സന്ദേശം യഹൂദന്മാർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതറിയാവുന്ന യഹൂദന്മാരോട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഈ വരുന്നതാണ് അല്ലെങ്കിൽ ഈ നിൽക്കുന്നതാണ്, ഇതാ ബിഹോൾഡ്, നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് ആ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്വാഭാവികമായിട്ട് യഹൂദന്മാർ നോക്കുമ്പോൾ അവിടെ തച്ചന്റെ മകനായിട്ട്, യോസെഫിന്റെ മറിയുടെ മകനായിട്ട് യേശു അതിൽ നടന്നു പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കറിയാം, യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് ഇനീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനു മുമ്പുള്ള സ്റ്റെപ്പുകളാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ യേശു എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ യോസെഫിന്റെ മറിയുടെ മകനെ നടന്നു പോകുന്നു എന്നതിൽ കവിഞ്ഞ് അവിടെ യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് ഒന്നും, കാരണം അവരുടെ വീക്ഷണപ്രകാരമുള്ള വാഗ്ദത്ത മശിഹ ഇങ്ങനെയൊന്നും അല്ല വരേണ്ടത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിങ്കലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞ മനുഷ്യൻ. അത് അടുത്ത വാക്കിൽ പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു എന്ന് അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു വരുന്ന വിഷയം ഈ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ പറയുന്നതിൽ യാതൊരു അലംഭാവവും യാതൊരു മടിയും യോഹന്നാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സന്ദേശം. അവിടെ ഉൾക്കൊള്ളുന്ന വിഷയം നമുക്കറിയുന്ന, നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ എതിർപ്പുള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റ് നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും എന്നുള്ള സാഹചര്യം നമുക്കൊക്കെ ചെറിയൊരു ഒരു പിൻവലിച്ചിലുണ്ടാകും. നമ്മൾ പറയുന്ന ശൈലിക്ക് വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ, ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ആർക്കും പരിക്കില്ലാതെയൊക്കെ പറയാനായിട്ട് നമ്മൾ തന്നെ പരിശീലിപ്പിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ അങ്ങനെയല്ലായിരുന്നു. യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, താൻ പറയുന്ന വിഷയം വളരെ സ്പെസിഫിക് ആണ്. ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഒരാടല്ല അവിടെ നിൽക്കുന്നത്, അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. യേശു അവിടെ നിൽക്കുമ്പോൾ ആ യേശുവിനെ നോക്കി പറയാണ്, ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് യഹൂദന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു വിഷയം. കാരണം ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് യഹൂദന്മാർക്കുള്ളതാണ്. അപ്പോൾ ഈ സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ ഉൾപ്പെടുന്ന ആളുകൾ, യഹൂദന്മാർ, ഈ കുഞ്ഞാടിന് വേണ്ടി അല്ലെങ്കിൽ വാഗ്ദത്ത മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ആ വിഷയം ശരിയായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് അതിന്റെ ആശയം പൂർണ്ണമായിട്ട് മനസ്സിലായില്ല, അല്ലെങ്കിൽ അപ്പോൾ മനസ്സിലായില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ യോഹന്നാൻ അവിടെ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, അന്ന് യോഹന്നാൻ അവരോട് പറയുന്നത് ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതിനകത്ത് 2 ആശയങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ലേവ്യ യാഗങ്ങൾ അവിടെ പ്രധാനമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പെസഹ കുഞ്ഞാട്, നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം പുറപ്പെട്ടു വരുമ്പോൾ കട്ടളപ്പടിമേൽ രക്തം പുരട്ടി മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും സംഹാരദൂതന്റെ അടിമത്വത്തിൽ നിന്നും അവർക്കൊരു വിടുതൽ ലഭിക്കുന്ന അനുഗ്രഹീത ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ വിശ്വാസം എന്ന അടിസ്ഥാനത്തിലാണ് ആ യാഗം അവിടെ അർപ്പിക്കപ്പെടുന്നത്. ആ ഈ കട്ടളപ്പടിമേൽ രക്തം പുരണ്ട് കണ്ടു കഴിഞ്ഞാൽ സംഹാരദൂതൻ ആ വീട്ടിനുള്ളിൽ പ്രവേശിക്കത്തില്ല. വിശ്വസിക്കുന്നവരാണ് ഇത് ചെയ്യുക, വിശ്വസിക്കാത്തവർ കട്ടളപ്പടിയിൽ രക്തം പുരട്ടുവാനായിട്ട് നിൽക്കില്ല. അതിനൊരു വ്യവസ്ഥ ദൈവം വെച്ചു. ആ ചിത്രം ഉള്ളിൽ കണ്ട് പിന്നീട് വരും തലമുറകൾ ഈ വിഷയം ശരിയായ നിലയിൽ ഉൾക്കൊള്ളും. മിസ്രൈമിൽ ഒരു അടിമത്വത്തിൽ ഇവരായിരുന്നുവെന്നും അവിടെ ആദ്യജാതന്മാരുടെ സംഹാരം നടന്നുവെന്നും ഇസ്രായേൽ ജനത്തിന്റെ
മക്കളെ ആദ്യജാതന്മാരെ ദൈവം വിടുവിച്ചു എന്നും ഇസ്രായേൽ ജനം എന്നേക്കും ഓർക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഒരു യാഗമായിരുന്നു പെസഹ കുഞ്ഞാടിനെ, അല്ലെങ്കിൽ പെസഹ യാഗം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു ചിത്രത്തെക്കുറിച്ച് നമ്മുടെ പെസഹ കുഞ്ഞാട് വറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ഒരുക്കപ്പെടുന്ന വീണ്ടെടുപ്പിന്റെ പ്രതിനിധാനം നമ്മൾ പഴയ നിയമത്തിൽ പെസഹ യാഗമായിട്ട് കാണുമ്പോൾ, പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിൽ അത് നിവൃത്തീകരണത്തിലേക്ക് വരും എന്നുള്ളതാണ് പ്രവചനം. അപ്പോൾ ആ പ്രവചനത്തെ ശരിയായ നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ യോഹന്നാൻ ഉൾപ്പെടുന്ന, അപ്പോസ്തലനായ യോഹന്നാൻ ഉൾപ്പെടുന്ന തന്റെ ശിഷ്യഗണങ്ങളും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയമാണ് വാഗ്ദത്ത മശിഹ, അല്ലെങ്കിൽ രക്ഷിതാവിന്റെ വരവ് എന്നുള്ളത്. ആ രക്ഷിതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ യോഹന്നാൻ വളരെ കൃത്യമായ ഇൻഫർമേഷൻസ് ആണ് അവിടെ കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ ഈ കുഞ്ഞാടിന്റെ, ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ക്വാളിറ്റി, അവൻ ദൈവമാണ്, അവൻ നിത്യനാണ് എന്നുള്ള വിഷയം വീണ്ടും ഓർപ്പിക്കുകയാണ് യോഹന്നാൻ ഇവിടെ ചെയ്യുന്നത്. 1-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് അവൻ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് താൻ പറയുന്നത്. വീണ്ടും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വീണ്ടും ആവർത്തിക്കുന്ന വിഷയം, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ. അതിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഇവിടെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ 5 കാര്യങ്ങൾ യേശുവിനുള്ള ബന്ധത്തിൽ കാണാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിപ്പാൻ പോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ യേശുക്രിസ്തു എന്നുള്ള വിഷയം. നമ്മളത് വിശ്വസിച്ചാണ് രക്ഷയിലേക്ക് വന്നത്. നമ്മളത് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കുറിക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ആ യോഹന്നാൻ പറഞ്ഞ വിഷയം, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സർവ്വലോകത്തിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും ഭരിക്കേണ്ട ഒരു വിഷയം, ഇത് ലോകത്തിന്റെ പാപത്തിനു വേണ്ടി യാഗമാക്കപ്പെടുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ യാഗമായ കുഞ്ഞാട് ആണ്. യോഹന്നാൻ പറയാണ് യാഗമാക്കപ്പെടുവാനായിട്ട് പോകുന്ന കുഞ്ഞാടാണ്. അതിന്റെ നിയോഗം എന്ന് പറയുന്നത് അവൻ ദൈവത്താൽ അയക്കപ്പെട്ട, യോഹന്നാൻ 3:16 വരുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തരുവാൻ ദൈവത്തിന് പ്രസാദമായി നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവികമായിരിക്കുന്ന ആ പ്രസാദത്തിന്, ദൈവികമായിരിക്കുന്ന രക്ഷാ പദ്ധതിക്ക് സ്നാപക യോഹന്നാൻ മുന്നോടിയായിട്ട് ഒരു ശബ്ദമായിട്ട്, മുൻദൂതായിട്ട് വരുമ്പോൾ യോഹന്നാൻ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വിഷയമുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശം കൃത്യമായിട്ട് ഞാൻ പറയും. നമ്മളൊക്കെ കുറിക്കൊള്ളേണ്ട ഒരു പ്രധാന വിഷയം, നമുക്കൊരു ദൈവം ഒരു നിയോഗം തന്നിട്ടുണ്ട്. യേശുവിനെ ഏറ്റുപറയുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് നമ്മൾ ഇന്ന് പറയാറുണ്ട്. പക്ഷെ വേർപെട്ട ദൈവമക്കൾ, വേർപെട്ട് വന്ന ദൈവമക്കളുടെ ആ ഒരു ചിന്താഗതി അതിൽ കുറച്ചുകൂടി ആഴമേറിയതാണ്. അത് ഞാൻ പറഞ്ഞത്, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദൈവശാസ്ത്രപരമായ ബോധ്യം മുൻനിർത്തിക്കൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോഴും യേശുവിനെ ഏറ്റുപറയുന്നവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ്, അല്ലെങ്കിൽ താത്വികമായി ശരിയാണ്. എന്നാൽ ഏറ്റുപറയുന്ന എല്ലാവരും അങ്ങ് പോകത്തില്ല എന്നുള്ള കാര്യം, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗത്തിൽ പോകുന്നത്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? ഈ ഏറ്റുപറച്ചിൽ മാത്രമല്ല രക്ഷയ്ക്ക് അടിസ്ഥാനം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരെയും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, നാമധേയ സഭകൾ, നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നവരാണ്. നമ്മുടെ പിതാക്കന്മാരോ പൂർവ്വപിതാക്കന്മാരോ അവർ വിട്ടുപോരാനായിട്ടുള്ള കാരണം എന്താ? അവിടെ യേശുവിനോടുള്ള വിശ്വാസം ഉള്ളതുപോലെ തന്നെ അതിനോടുകൂടെ പ്രവൃത്തി വേണം, അതിനോടുകൂടെ മധ്യസ്ഥന്മാർ വേണം, മറ്റനേക കാര്യങ്ങൾ വേണം എന്നൊരു ഉപദേശം അവിടെ ഉള്ളതുകൊണ്ട്, ഇത് വചനത്തോട് നിരക്കാത്തതായതുകൊണ്ടാണ് പിതാക്കന്മാർ വേർപെട്ടു പോകുന്നത്. ഇന്ന് തലമുറകൾ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം സ്വർഗത്തിലും നമ്മളേതാണ്ട് തെറ്റ് ചെയ്ത പോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ വരിക. അതിന് കാരണം നമ്മൾ പൊതുവിലുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളത്. എന്നാൽ യോഹന്നാൻ അങ്ങനെയായിരുന്നില്ല. യോഹന്നാൻ ഒറ്റയ്ക്കാണ് നിന്നത്. തനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു, പക്ഷെ താൻ പറയുന്ന വാക്ക് വളരെ ബോൾഡായിരുന്നു. എന്ന് പറഞ്ഞാൽ തനിക്ക് വളരെ വ്യക്തത താൻ പറയുന്ന വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ താൻ അവിടെ എടുത്തു പറയുന്ന വിഷയം, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് പറയുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ, കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ 2 റിയാക്ഷൻസ് ഉണ്ടാകും. ഒന്ന്, ഈ വാഗ്ദത്ത മശിഹയെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാകും. അതിനെതിരെ മത്സര ഹൃദയവുമായിട്ട് നിൽക്കുന്നവർക്ക്
യേശുവിനെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമായിട്ടും യോഹന്നാനെതിരെ തിരിയാനുള്ള ഒരു സാഹചര്യമായിട്ടും അവിടെ ഈ രണ്ട് പ്രതികരണവും മനുഷ്യരിൽ നിന്നുണ്ടാകും. എന്നാൽ ആ പ്രതികരണത്തെ അല്ല യോഹന്നാൻ ശ്രദ്ധിച്ചത്, മറിച്ച് തന്റെ നിയോഗത്തെയായിരുന്നു. യേശു കർത്താവിനെ, രക്ഷിതാവിനെ, വാഗ്ദത്ത മെശിഹയെ ലോകത്തിന് മുമ്പിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുക. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അടുത്ത വാക്യത്തിൽ അവൻ പറയുന്നത്, സ്നാപകൻ പറയുന്നത് 31-ാം വാക്യത്തിൽ വരുമ്പോൾ ഞാനോ അവനെ അറിഞ്ഞില്ല. 2 പ്രാവശ്യം ആ വാക്കെടുത്ത് പറഞ്ഞു. 33-ാം വാക്യത്തിലും പറയുന്നുണ്ട് ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്ങനെ അറിഞ്ഞില്ല? യേശു ജനിച്ച കാര്യം സ്വാഭാവികമായിട്ടും സ്നാപക യോഹന്നാൻ അറിയാം, കാരണം അവർ ഒരേ കുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അറിയാം, ജനനം കൊണ്ട് പേരുകൊണ്ട് യേശുവിനെ അറിയാം. പക്ഷേ ഇവനാണ് വാഗ്ദത്ത മെശിഹ എന്നുള്ള വിഷയം വെളിപ്പെടുന്നത് സ്നാന സമയത്താണെന്നാണ് യോഹന്നാൻ ഈ വേദഭാഗത്ത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ സ്നാപക യോഹന്നാൻ യേശു കർത്താവ് ജനിച്ചു എന്നുള്ള വിഷയം തന്റെ നിയോഗം അതാണ്, കർത്താവിനെ മറ്റുള്ളവർ. എന്നാൽ ഈ യേശുവാണ് വാഗ്ദത്ത മെശിഹ എന്നുള്ള വിഷയത്തിൽ വ്യക്തമായ ബോധ്യം തനിക്ക് ഉണ്ടാകുന്നത് യേശു സ്നാനപ്പെടുവാനായിട്ട് തന്റെ കൈക്കീഴിൽ വരുന്ന സമയത്താണ് എന്ന് യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് പറയും. അപ്പൊ ഈ വിഷയം മറ്റു സുവിശേഷന്മാരാരും എഴുതുന്നില്ല. ഇത് യോഹന്നാൻ അപ്പോസ്തലനാണ് എഴുതുന്നത്, ഈ ലേഖനത്തിലാണ് എഴുതുന്നത്. ഇതാണ് വിഷയം. അപ്പോൾ അവിടെ താൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത വാക്യം അതിന് 32-33 വാക്യത്തിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് താൻ ഈ കാര്യം കൺഫേം ചെയ്തത്, ഉറപ്പാക്കിയത്. യേശു തന്നെയാണ് മശിഹ എന്നുള്ള വിഷയം താൻ എങ്ങനെയാണ് ഉറപ്പാക്കിയത് എന്ന് 32-33 വാക്യങ്ങൾ. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യോഹന്നാന് കൊടുത്തിരുന്ന അടയാളം, ഈ വാഗ്ദത്ത മെശിഹ അല്ലെങ്കിൽ കർത്താവ്, രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ ആരാണ്, അല്ലെ ക്രിസ്തു ആരാണ് എന്നത് സംബന്ധിച്ച് യോഹന്നാന് ലഭിച്ചിരുന്ന അടയാളം, ദൈവിക അരുളപ്പാട് അടയാളം എന്ന് പറയുന്നത്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുമോ അവൻ തന്നെ ഈ ക്രിസ്തു എന്ന ആ ഒരു അടയാളമാണ് യോഹന്നാൻ സ്നാപകന് കൊടുത്തിരുന്നത്. അപ്പൊ യോഹന്നാൻ ഇതിനു മുമ്പ് കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ വഴിയൊരുക്കുവാനായിട്ട് വന്നവനാണ്, എൻ്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറയപ്പം ഞാൻ യോഗ്യനല്ല, ഈ കാര്യങ്ങളൊക്കെ യോഹന്നാൻ പറയുന്നുണ്ടെങ്കിലും യേശുവാണ് ഈ രക്ഷിതാവ് എന്നുള്ള കാര്യത്തിൽ തനിക്ക് ഉറപ്പ് ലഭിക്കുന്നത്, താൻ വ്യക്തമായ അടയാളത്തോടെ താൻ അതിന്റെ പൂർണ്ണബോധ്യത്തിലേക്ക് വരുന്നത് ഈ സ്നാന സമയത്താണ് എന്ന് യോഹന്നാൻ വ്യക്തമായിട്ട് എഴുതുക. അപ്പൊ മറ്റു സുവിശേഷങ്ങളിൽ ഈ വിഷയങ്ങൾ ഇത്ര വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ യോഹന്നാൻ ശിഷ്യനായതുകൊണ്ട്, സ്നാപക യോഹന്നാന്റെ ശിഷ്യനായതുകൊണ്ട് യോഹന്നാൻ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുക. അപ്പോൾ യോഹന്നാന്റെ നിയോഗം എന്ന് പറയുന്നത് കർത്താവിനെ വഴിയ ആരാണ് വാഗ്ദത്ത മെശിഹ ജനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം യോഹന്നാൻ സ്നാപകൻ അറിയാം. എന്നാൽ ആരാണ് എന്ന് കൃത്യമായിട്ട് ദൈവം കൊടുത്തിരുന്ന അടയാളം ഈ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വരുന്നു എന്നുള്ള വിഷയമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ശുശ്രൂഷ രംഗത്ത് നിൽക്കുമ്പോൾ അടയാളം അന്വേഷിച്ച് പോകണമെന്നല്ല അതിന്റെ ആശയം, പക്ഷെ വ്യക്തമായ ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. ആ ബോധ്യം വന്നതിന് ശേഷം വേണം നമ്മൾ കൃത്യമായി സംസാരിക്കുക. ഇത് നമുക്ക് നൽകുന്ന ഒരു പ്രായോഗിക പാഠമാണ്. യേശുവിനേക്കാൾ ആകാര ഭംഗിയുള്ളവർ കാണും, ആകാര വടിവുള്ളവർ കാണും, ഹൈറ്റും വെയിറ്റും ഉള്ളവരൊക്കെ അന്നും ഉണ്ടാകാം. പക്ഷെ അതല്ല അവിടുത്തെ വിഷയം. നമ്മൾ മാനുഷിക ദൃഷ്ടിയിൽ നോക്കുന്നു. നമ്മൾ ദാവീദ് രാജാവിനോട് ബന്ധത്തിൽ വായിക്കുമ്പോൾ ഈ ശൗലിന് ശേഷം ആര് രാജാവാകുന്നുള്ള ചിന്ത വന്നപ്പോൾ ഒത്തിരി പേരെ അവിടെ സെലക്ട് ചെയ്തിട്ട് അവസാനം ഇവരെ ആരെയല്ല, ഇവരെ ആരെയല്ല, ഇവരെ ആരല്ല എന്ന് പറഞ്ഞതുപോലെ അവസാനം ദൈവത്താൽ നിയോഗിതനായ വ്യക്തി വന്നു കഴിഞ്ഞപ്പോഴാണ് നീ അവന്റെ വലിപ്പം നോക്കണ്ട, അവന്റെ നിയോഗം നോക്കാനായിട്ട് പറയുന്നത്. യേശു കർത്താവ് തന്റെ കുടുംബ പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു യഹൂദന്മാരുടെ രാജാവായി വരുന്ന ഒരു അവസ്ഥയിലല്ല. അതുകൊണ്ടാണ് യഹൂദന്മാര് കർത്താവിനെ അംഗീകരിക്കാൻ മടിച്ചതും നിഷേധിച്ചതും ഒക്കെ അതിന് കാരണം അതാ. എന്നാൽ ഇവിടെ യോഹന്നാന് കൊടുത്തിരുന്ന ഒരു അടയാളം ഉണ്ടായിരുന്നു. നീ കർത്താവിന് വഴിയൊരുക്കുവാനായിട്ട് പോകുമ്പോൾ, പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടുന്ന ജനങ്ങളെ നീ സ്നാനപ്പെടുത്തുമ്പോൾ, നിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്ന സമയത്ത് ആരുടെ മേലാണോ പരിശുദ്ധാത്മാവ് വരുന്നതും അധിവസിക്കുന്നതും അവനാണ് ക്രിസ്തു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ മറ്റുള്ളവർക്ക് സ്നാനം കൊടുക്കുന്നവൻ. മറ്റു സുവിശേഷം അഗ്നി കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ന്യായവിധിയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ചേർത്ത് പറയുന്നതാണ് അത്.
അപ്പോൾ ഇവിടെ ഈ സ്നാനത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരും എന്നുള്ളതായിരുന്നു അവന് കൊടുത്തിരുന്ന അടയാളം. ആ അടയാളം കൃത്യമായിട്ട് താൻ പറഞ്ഞു. അപ്പോൾ ഈ വിഷയം താൻ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ദൈവപുത്രനാണ് എന്ന് വ്യക്തമായിട്ട് പറയുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ പാരഗ്രാഫിൽ, ഈ ഒരു സെക്ഷനിൽ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടതിൽ ഒന്ന്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. രണ്ടാമത് നമ്മൾ കണ്ട വിഷയം, ഇവൻ നിത്യനായ ദൈവമാണ്, എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവനാണ്. മൂന്നാമതായിട്ട് ആത്മനിറവും ആത്മശക്തിയുമുള്ളൂ. നമുക്കറിയാം പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ വരേണ്ട ആവശ്യം കർത്താവ് പൂർണ്ണ മനുഷ്യവനായി വന്നതുകൊണ്ടാണ്. ദൈവത്വത്തിൽ അല്ല ആപത്തപ്പെടുത്തുന്നത്. കർത്താവ് ദൈവമായതുകൊണ്ട് അങ്ങനെ ഒരു വരവിന്റെ ആവശ്യമില്ല. പൂർണ്ണ മനുഷ്യനായി വന്നതുകൊണ്ട് യേശുവാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് തന്റെ മേൽ വരുന്നു. നമുക്കറിയാം പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് വന്ന് ആളുകളുടെ മേൽ താൽക്കാലികമായി വസിച്ചിരുന്നു. എന്നാൽ ഇവിടെ ഡ്വൽറ്റ് ആരുടെ മേലാണോ വന്ന് പാർക്കുന്നത്, വന്ന് വസിക്കുന്നത്, അവനാണ് ക്രിസ്തു എന്നാണ് യോഹന്നാന് കൊടുത്തിരിക്കുന്ന അടയാളം. അപ്പോൾ ന്യായപ്രമാണ കാലത്ത് നിന്നും വ്യത്യസ്തമായ നിലയിൽ കർത്താവ് മുഖാന്തരം ഭൂമിയിൽ നടപ്പാകുന്ന പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ഒരു നിറവേറൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുകയാണ്. ഇപ്പോൾ കർത്താവിൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ട്, അല്ലെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വസിക്കുന്നു എന്നുള്ളത് അവന് വ്യക്തമായിട്ട് കൊടുക്കുകയാണ്. ചിലര് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാവ് പോലെ വന്നത്, പ്രാവല്ല വന്നത്, പ്രാവിന്റെ രൂപത്തിൽ വെളിച്ചം വന്നെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ക്രിസ്തീയ കോളത്തിലുണ്ട്. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമാണ്, പ്രാവായിട്ടാണ് വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ വന്നു എന്ന് പറഞ്ഞാൽ യോഹന്നാന് വിസിബിളായിട്ട് കൃത്യമായിട്ട് പ്രാവ് പരിശുദ്ധാത്മാവ് എന്നതുപോലെ വന്നു എന്ന് പറയുന്നത് യോഹന്നാൻ ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ നിന്നോട് സാക്ഷി. ഇത് തന്നെയാണ് അപ്പസ്തലനായ യോഹന്നാനും നമുക്ക് എഴുതിത്തരുന്നത്. കണ്ടതും അറിഞ്ഞതുമായിരിക്കുന്ന വിഷയങ്ങൾ, അതായത് ദൃക്സാക്ഷി വിവരണമാണ് താൻ നൽകുന്നത്. നമുക്ക് വേണ്ട ഒരു വിഷയം, ഈ വിഷയത്തിൽ ആത്മീയ വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായൊരു ദൃക്സാക്ഷി ബോധ്യം, അനുഭവ ബോധ്യം നമുക്കുണ്ടാകണം. ഇന്നത്തെ വിശ്വാസികൾക്ക് പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ് അനുഭവമില്ല. അനുഭവം പെന്തക്കോസ്തുകാരുടെ അനുഭവമല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവിനെ കുറിച്ച്, രക്ഷയെക്കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച്, വേർപാടിനെ-കുറിച്ച്, ജീവിതത്തിൽ നാം പിൻപറ്റുന്ന ആത്മിക മൂല്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അനുഭവം ഉണ്ടാകണം, ഉൾക്കാഴ്ച ഉണ്ടാകണം, ദർശനം ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മണ്ടത്തരമായി പോയി എന്ന് തോന്നി. ഇന്ന് പലർക്കും അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പിതാക്കന്മാർക്ക് പല അബദ്ധങ്ങളും പറ്റിയെന്നാണ് ഇന്ന് പല ചെറുപ്പക്കാരും പല ഉപദേഷ്ടാക്കന്മാരും പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പിതാക്കന്മാർക്ക് അനുഭവം ഉണ്ടായിരുന്നു, അവർക്ക് ദർശനം ഉണ്ടായിരുന്നു, അവരത് അനുഭവിച്ചു, കർത്താവിൽ നിന്ന് പ്രാപിച്ചു, ജീവിതത്തിൽ പാലിച്ചു, തലമുറകൾക്ക് പകർന്നു കൊടുത്തു. പക്ഷെ ഇസ്രായേലിന് പറ്റിയതുപോലെ തലമുറകൾ 1ഉം 2ഉം കഴിഞ്ഞപ്പോൾ ഈ അനുഭവങ്ങളിൽ മാറ്റം വന്നു. അനുഭവത്തിന് വേണ്ടി നല്ല ആത്മിക വിഷയങ്ങളെ ഒരു വിഷയമല്ലെന്നായി. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലനും യോഹന്നാൻ സ്നാപകനും ഈ വിഷയം വളരെ ഊന്നൽ നൽകി നമ്മളോട് പറയുന്നത്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആ ബോധ്യം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് കൃത്യതയും വ്യക്തതയും തന്റെ നിലപാടുകളിൽ ഉണ്ടായിരുന്നു. 4-ാമത്തെ വിഷയം, അവൻ മശികയായതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നുള്ളതാണ് 4-ാമത്തെ വിഷയം. 5-ാമത്തെ വിഷയം, അവൻ ദൈവപുത്രനാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം ഇതാണ്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജനിച്ച പുത്രൻ എന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട്. ദൈവത്തിന് ജനിച്ച ഒരു മകനാണ് യേശുക്രിസ്തു എന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട്, പലരും അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്ഥാനീയ പേരാണ് ദൈവപുത്രൻ എന്നുള്ളത്. യേശുക്രിസ്തുവിന് ദൈവത്വം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സമത്വം, ദൈവത്തിന്റെ തുല്യത, ഇതൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യഹൂദ വിശ്വാസപ്രകാരം ദൈവം എന്ന് തന്നെ അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് യഹൂദന്മാര് യേശുക്രിസ്തു താൻ ദൈവപുത്രനാണ് എന്ന് പറയുമ്പോൾ അവനെ കൊല്ലുവാനായിട്ട്, നീ ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കൊല്ലുവാനായിട്ട്, കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5:18 നമ്മൾ കാണുന്നു. ഇവിടെ പിതാവായ ദൈവത്തോടുള്ള തന്റെ നിസ്തുല്യ ബന്ധവും ദൈവിക സ്വഭാവ ഗുണങ്ങളും മിശിഹ എന്നുള്ള നിലയിലുള്ള തന്റെ അധികാരങ്ങളുമാണ് ഈ ദൈവപുത്രൻ എന്നുള്ള നാമത്തിൽ വെളിപ്പെടുന്നത്. അത് വലിയൊരു വിഷയമാണ്, അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അങ്ങനെ ഈ വിഷയം ഇവിടെ ഒന്നും തീരത്തില്ല. അപ്പോൾ ഒറ്റ വാക്കിൽ ആ വിഷയം പറഞ്ഞാൽ, യേശു ക്രിസ്തു പിതാവിനോട് സമനാണ്, പിതാവായ ദൈവത്തോട് സമനാണെന്നും ദൈവിക സ്വഭാവത്തിന്റെ സമ്പൂർണത യേശുക്രിസ്തുവിൽ ഉണ്ടെന്നും മിശിഹ എന്ന നിലയിൽ തനിക്കുള്ള ദൈവിക അധികാരങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സ്ഥാനീയ നാമമാണ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്. അവിടെ
34 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു. ഞാൻ വെറുതെ അങ്ങോട്ട് കേട്ടു പറഞ്ഞതല്ല, ഞാൻ കാണുകയും. കാണുന്നത് എങ്ങനെയാ? അവനൊരു അടയാളം കൊടുത്തിരുന്നു. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വരുന്നുവോ അവനാണ് മിശിഹ. ദൈവം അവന് കൊടുത്തിരിക്കുന്ന, അതായത് മശിഹയെ, ക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് യോഹന്നാന് അവനെ അയച്ച ദൈവം കൊടുത്തിരുന്ന അടയാളം എന്ന് പറയുന്നത്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് നീ കാണുന്നുവോ അവനാണ് രക്ഷിതാന്, അല്ലെങ്കിൽ അവനാണ് മശിഹ. അപ്പോൾ ഈ വിഷയത്തെ താൻ വ്യക്തമായി കണ്ടു, അതിൽ താൻ ഉറപ്പുള്ളവനായി തീർന്നു. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ വേർപാടുകാരായ നാം, വേർപെട്ട വിശ്വാസികളായ നാം, നമ്മുടെ വേർപാട് ജീവിതം സംബന്ധിച്ച്, നാം എന്തുകൊണ്ട് വേർപാടുകാരായിരിക്കുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം, കാണണം. നമ്മുടെ പിതാക്കന്മാർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പൂർവ്വപിതാക്കന്മാർ, ആദ്യമായി വേർപെട്ട് വന്ന പിതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നത്. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവർ വേർപെട്ട് വന്നത് ആ ഒരു ദർശന നിമിത്തമായിരുന്നു. ഇന്ന് നമ്മൾ ദർശനം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത പല കാര്യങ്ങളും തെറ്റായി തോന്നി തുടങ്ങി. അത് സ്വാഭാവികമാണ്. അവരെ നയിക്കുന്ന, നമുക്കറിയാം, ഇസ്രായേലിനെ നയിച്ച മോശ ചുരുങ്ങിയ ദിവസം ആ ജനത്തിനിടയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും അഹറോൻ അടക്കമുള്ളവർ കാളക്കുട്ടിയെ വാർത്തു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം ദൈവജനത്തിനിടയിൽ എന്നുമുണ്ട്. അത് അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. വിഗ്രഹത്തെ വാർത്തുണ്ടാക്കുന്ന, ദൈവവചന വ്യവസ്ഥിതിക്ക് പുറത്തേക്ക് പോകുന്ന ഒരു പൈശാചിക തന്ത്രം ദൈവസഭയ്ക്കുള്ളിൽ, നമ്മൾ കൃപായുഗത്തിലായതുകൊണ്ട് ന്യായപ്രമാണ യുഗത്തിലുള്ളതിന്റെ 4 ഇരട്ടി പവറിൽ അത് ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമ്മളിൽ പലരും ഇന്നത് മറന്നു പോവുകയാണ്. അതുകൊണ്ട് വേർപാട് അല്ലെങ്കിൽ വേർപെട്ട് ജീവിക്കുക എന്നുള്ളതൊക്കെ നമുക്കൊക്കെ ഒരു 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 പരിധിയുള്ള വിഷയമായിട്ട് മാറി. അങ്ങനെ ആകാനായിട്ട് പാടില്ല. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം, വ്യക്തമായ ഉൾക്കാഴ്ച. നാം എന്ത് വിശ്വസിക്കുന്നു, നാം എന്തിനായിട്ട് വേർപെട്ട് നിൽക്കുന്നു, നാം എന്താണ് പറയുവാനായിട്ട് പോകുന്നത് എന്നത് സംബന്ധിച്ച് കേവലം യേശുവിൽ വിശ്വസിച്ച സ്വർഗത്തിൽ പോകാമെന്ന് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഇത്രയും ത്യാഗം സഹിച്ച് വേർപാടുകാരായി നിൽക്കേണ്ട ഒരു കാര്യമില്ല. കത്തോലിക്ക, കരിസ്മാറ്റിക്കുകാരും, മർത്തോമക്കാരും, യാക്കോബക്കാരും, ഈ ഭൂമിയിലുള്ള സകല ക്രിസ്തീയ വിഭാഗങ്ങളും പറയുന്ന വിഷയം, യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനമുണ്ടെന്നാണ് അവർ എഴുതി വെക്കുന്ന വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ആ ഒരു സന്ദേശം ക്രിസ്തീയ സമുദായങ്ങളിൽ മൊത്തം നിൽക്കുന്ന ഒരു സന്ദേശമാണ്, യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കും. അത് മാത്രം പറയാനായിട്ടാണ്, ആ ഒരു സുവിശേഷം പറയുവാനായിട്ടാണ് നാം നിൽക്കുന്നതെങ്കിൽ ഈ വേർപാടും ത്യാഗമൊന്നും സഹിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടായില്ല. എന്നാൽ ദൈവവചനം സംബന്ധിച്ച്, ദൈവത്തിന്റെ നിയോഗം സംബന്ധിച്ച്, വിശ്വാസത്താലുള്ള നീതീകരണം സംബന്ധിച്ച്, ഉപദേശ സംബന്ധമായ വിഷയങ്ങൾ സംബന്ധിച്ച് നമുക്കൊരു ഉൾക്കാഴ്ച, ദർശനം ദൈവത്തിന്റെ ആത്മാവ് തന്നതുകൊണ്ടാണ് നാം വേർപെട്ട് നിൽക്കുന്നത്. ആ ദർശനത്തെ അയവ് വരുത്താതെ മുറുകെ പഠിപ്പിക്കുവാനും പിടിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്നത്തെ സഭകളുടെ ഒക്കെ പരാജയം, ദർശനമുള്ള വ്യക്തികൾ, വിശ്വാസികളും ശുശ്രൂഷകരും സഭയിൽ കുറഞ്ഞു വരുന്നു, ഇല്ലാതായി വരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു എന്താ പറയാ, അവരവരുടെ നിലനിൽപ്പ് മാത്രം വിഷയമായ ഒരു സ്ഥാനമായിട്ട് മാറിയതിന്റെ ഭവിഷ്യം. എന്നാൽ യോഹന്നാൻ ഒരിക്കലും തന്റെ നിലനിൽപ്പ് നോക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തലയറ്റവനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടി വന്നത്. മുഖത്ത് നോക്കി താൻ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. സ്തേഫാനോസ് ചുരുക്കം നാളുകളെ ശുശ്രൂഷ ചെയ്തുള്ളൂ, ഒരൊറ്റ പ്രസംഗം കൊണ്ട് തന്റെ ശുശ്രൂഷ തീർന്നു. കാരണം എന്താ? ആ പ്രസംഗം അത്ര ഷാർപ്പായിരുന്നു. പ്രവാചക ശബ്ദം അതും ശരിയാണ് ഇതും ശരിയാണെന്ന് പറയുന്നതല്ല പ്രവാചക ശബ്ദം. പ്രവാചക ശബ്ദം ശരി ഒന്നേ അത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത്. ഇന്ന് അങ്ങനെയുള്ള പ്രവാചകന്മാർ നമ്മുടെ സമൂഹത്തിൽ, ക്രിസ്തീയ സഭകളിൽ ഇല്ലാതെ പോകുന്നതാണ് ഇന്നത്തെ സഭകളുടെ തകർച്ചയ്ക്ക് ഒരു കാരണം. ഈ പാഠം നമ്മൾ യോഹന്നാനിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിയോഗത്തെക്കുറിച്ചുള്ള എൻ്റെ ദർശനം, എൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വ്യക്തമായിട്ട് പരിശോധിക്കുവാൻ എനിക്ക് എത്രത്തോളം സാധിക്കുന്നു അത്രത്തോളം വിജയകരമായിരിക്കും എൻ്റെ ക്രിസ്ത്യ ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അങ്ങനെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് യോഹന്നാൻ സ്നാപകൻ നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ യോഹന്നാൻ പറഞ്ഞൊരു വിഷയം ഇതാണ്, യേശു ക്രിസ്തുവാണ് ദൈവപുത്രൻ എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. അത് കൃത്യമായിട്ട് എന്നിട്ട് പറയുകയാണ്. ഞാൻ വെറുതെ അങ്ങോട്ട് പറയുന്നതല്ല, എനിക്ക് അദ്ദേഹമായിട്ടൊരു ബന്ധമുള്ളതിൻ്റെ പേരിൽ പറയുകയല്ല, ഞാൻ അദ്ദേഹത്തിൽ നന്മ അനുഭവിച്ചതിൻ്റെ പേരിൽ പറയുകയല്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദർശനം, എനിക്കൊരു അടയാളം തന്നിരുന്നു. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുമോ അവനാണ് ദൈവപുത്രൻ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അടയാളം എനിക്ക് തന്നു. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു, കൃത്യമായിട്ട് കണ്ടു. അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്.
ഇത്രയും പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അവരെല്ലാവരും പിരിഞ്ഞുപോയി. പ്രത്യേകിച്ചൊന്നും അവിടെ സംഭവിച്ചില്ല. 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പിറ്റന്നാൾ, ആ ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസത്തേക്ക് വരികയാണ്. പിറ്റന്നാൾ വരുമ്പോൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ പിറ്റേ ദിവസം 2 ശിഷ്യന്മാരുമായിട്ട് യോഹന്നാൻ നിൽക്കുമ്പോൾ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരാളെയാണ്. ഇത് യോഹന്നാന്റെ ശിഷ്യന്മാരെയാണ് കാണിക്കുന്നത്. 2 ശിഷ്യന്മാരുമായിട്ട് താൻ കൂടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് യോഹന്നാൻ ആ വിഷയം എഴുതി വരിക. ആ ഒരു പാരഗ്രാഫിൽ എടുത്ത് പറയുന്ന വിഷയം, യോഹന്നാൻ ആരെക്കുറിച്ച് പറയുവാനായിട്ട് വന്നോ ആ വ്യക്തിയിലേക്ക് തൻ്റെ ശിഷ്യന്മാരും കടന്നു പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു സ്നാപക യോഹന്നാൻ. അതിനകത്ത് വളരെ പ്രായോഗികമായിരിക്കുന്ന ഒരു സന്ദേശവും. യോഹന്നാൻ ഇന്നൊരു അപ്പോസ്തലനായി നിൽക്കുമ്പോൾ അതിന്റെ മൂലകാരണം സ്നാപക യോഹന്നാനാണ്. നമ്മുടെ സഭയിലുള്ള യുവാക്കളായിരിക്കുന്ന, കുഞ്ഞുങ്ങളായിരിക്കുന്ന വിശ്വാസികൾ, അവർക്ക് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ഒരു ഗുരു, ഈ കുഞ്ഞുങ്ങൾ എൻ്റെ പുറകെ നടക്കണം എന്നതല്ല, കർത്താവിൻ്റെ പുറകെ പോകണം എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ടാകണം. അതാണ് പ്രധാനപ്പെട്ടതായ സന്ദേശം. യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ആദ്യം തലേ ദിവസം പറഞ്ഞു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവം. ഈ ശിഷ്യന്മാർ കൂടെയുണ്ട്, അവരപ്പോൾ കേട്ടിട്ടുണ്ട്. അന്ന് പ്രത്യേകിച്ച് അവർ കേട്ടു, ആ വിഷയം വിട്ടു. അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്, പക്ഷെ അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും. എന്നാൽ അടുത്ത ദിവസം വീണ്ടും യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെ യോഹന്നാന്റെ ശബ്ദത്തിന് കുറച്ചുകൂടെ ഒരു ഹൃദ്യതയും ആധികാരികതയും സ്നേഹവും ഒക്കെ വന്നു നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. കാരണം 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. ഗുരുവിന്റെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ ശിഷ്യന് കഴിയണം. അതാ ഗുരു ശിഷ്യ ബന്ധം. നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരാണെന്ന് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വിഷയങ്ങളിലെ ആ വേരിയേഷൻ, ശബ്ദത്തിന്റെ വേരിയേഷൻ ഹൃദ്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥ ശിഷ്യന്മാരല്ല. യഥാർത്ഥ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ക്ലാസ് ഒക്കെ എടുക്കും, 10-15 പോയിന്റും പഠിക്കും. പക്ഷെ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ആ പൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് ഇതാ പോകുന്നു, ദൈവത്തിന്റെ കുഞ്ഞാട്. ഇനി ഒരു നിമിഷം നിങ്ങൾ എൻ്റെ പുറകെ നിൽക്കണ്ട, ആ കുഞ്ഞാടിന്റെ പുറകെ പോകാനാ പറഞ്ഞത്. അത് കേട്ടത്, ആ ശബ്ദം കേട്ടപ്പോൾ അവർ ആ യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ വഴികാട്ടിയും നിഴലും പൊരുളും ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞ പോലെ യോഹന്നാൻ സ്നാപകനും കർത്താവും ഒരേ വേദിയിലേക്ക് വന്നിരിക്കുക. ഇസ്രായേലിന്റെ പ്രതീക്ഷയായിരിക്കുന്ന വാഗ്ദത്ത മശീഹയും ആ മശീഹയ്ക്ക് വഴിയൊരുക്കാൻ വന്നിരിക്കുന്ന യോഹന്നാൻ സ്നാപകനും, ഈ 2 പേരും തങ്ങളുടെ കർത്തവ്യം കൃത്യമായിട്ട് അവിടെ നിറവേറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവര് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഇനി മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ 35 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ, യേശുക്രിസ്തു തൻ്റെ നിയോഗവുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നിലേക്ക് വിശ്വാസം അർപ്പിക്കണം, തന്നെ അനുഗമിച്ച ആദ്യത്തെ 5 പേരെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എന്നെ ഭരിച്ച, എന്നെ മതിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ യോഹന്നാൻ സ്നാപകൻ തൻ്റെ വ്യക്തിത്വത്തിൽ എത്രയോ തികവുള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മളെപ്പോൾ തന്നെ ഒരു മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. നമുക്കില്ലേ ദൈവനിയോഗം ഉണ്ട്, നമുക്ക് ദൈവനിയോഗമുണ്ട്. നമുക്കില്ലേ രക്ഷ, നമുക്ക് രക്ഷയുണ്ട്. നമുക്കില്ലേ നമ്മുടേതായിരിക്കുന്ന ശുശ്രൂഷ തലങ്ങളില്ലേ ഉണ്ട്, അത് യോഹന്നാനുമുണ്ട്. പക്ഷെ യോഹന്നാൻ അവിടെ പ്രത്യേകമായിട്ട് കുറിക്കൊണ്ട വിഷയം, തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൈവനിയോഗത്തെ 100% നിറവേറ്റുവാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് യേശുവിന് വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാനായിട്ട് ആദ്യത്തെ 2 ശിഷ്യന്മാരെ സംഭാവന ചെയ്തത് ആരാ? ഈ യോഹന്നാനാ. വഴികാട്ടിയില്ലേ, കൃത്യമായി വഴികാട്ടി, ലോകത്തോട് പറഞ്ഞു, ഇതാണ് മശിഹ, ഇസ്രായേലിന്റെ പ്രതീക്ഷയായിരിക്കുന്ന മശിഹ, ദൈവപുത്രൻ, ഈ യേശു ആണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, തൻ്റെ 2 ശിഷ്യന്മാരോടും അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാനസാന്തര സ്നാനം പ്രസംഗിച്ച് നടന്ന യോഹന്നാനെ അനുഗമിച്ച ഈ ശിഷ്യന്മാർ അവര് കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന വ്യക്തികളാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിനാക്കും. സങ്കീർത്തനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന, രക്ഷിതാവിനെ കാംക്ഷിക്കുന്ന വ്യക്തികളുണ്ട്. അവർ മാനസാന്തര സന്ദേശം കേൾക്കുമ്പോൾ അതിലേക്ക് അവർ വരുന്നു.
അതൊരു ഡയറക്ഷനാണ്, രക്ഷയിലേക്കുള്ള ഡയറക്ഷൻ. എന്നാൽ അവിടെ പൂർണ്ണതയല്ല. പൂർണ്ണത പിന്നീട് വരുവാനായിട്ടുണ്ട്. സുവിശേഷ വെളിച്ചം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് ഒരു ചൂണ്ടുപലകയായിട്ട് സ്നാപക യോഹന്നാൻ അവിടെ നിൽക്കുകയാണ്. ദേ പോകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ശിഷ്യന്മാർ രണ്ടുപേരെ അവനെ അനുഗമിച്ചു, പുറകെ ചെന്നു. ഇതാണ് ഫോളോവിങ്, പുറകെ പോകാൻ അർത്ഥം. നമ്മൾ നമ്മുടെ കർത്താവിന്റെ പുറകെ പോകണം, പിൻഗമിക്കണം. കർത്താവിന്റെ പുറകെ എതിലെങ്കിലുമൊക്കെ പോകാനല്ല, അതാണ് നമുക്ക് ഇഷ്ടം. പക്ഷേ കർത്താവ് പോയ വഴിയെ തന്നെ ഇവർ പുറകെ ചെല്ലുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് നിന്നു, തിരിഞ്ഞു നോക്കി. ഇവർ വരുന്നത് കണ്ടു ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ ചോദിച്ച ചോദ്യം എന്താ? ഗുരു, നീ എവിടെ പാർക്കുന്നു? ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്നറിയും? അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുവിനോട് കൂടെ പാർക്കുവാനായിട്ട് തങ്ങളെ തന്നെ ജീവിതം അർപ്പിച്ച രണ്ട് ശിഷ്യന്മാർ. നമുക്കറിയാം, ഇത്രയും കാലം അവർ യോഹന്നാന്റെ കൂടെ ഇടവും വലുവായിട്ട് നിന്ന് പോയ ശിഷ്യന്മാരാണ്. കർത്താവിനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞ വിഷയം ഇതാണ്, ഈ പോകുന്ന യേശുവാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വഴികാട്ടിയായിരിക്കുന്ന, ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഞാൻ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവനാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ ശിഷ്യന്മാർ രണ്ടുപേരും യോഹന്നാനെ വിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. അതിൽ യോഹന്നാന് യാതൊരു പരിഭവം ഉണ്ടായില്ല. കാരണം എന്താ? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാർ പോകുന്നു എന്നത് അവരെ സന്തോഷിപ്പിക്കുന്ന വിഷയം. ഈ ഒരു മനോഭാവം മാനുഷികമായ നിലയിൽ നമുക്ക് ഒത്തിരി പ്രയാസമുള്ളൊരു വിഷയം. നമ്മുടെ കൂടെ ഉള്ളവർ മറ്റൊരാളെ നമ്മളെക്കാൾ കൂടുതൽ ബഹുമാനിക്കുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്നാൽ യോഹന്നാന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഞാൻ ആരെക്കുറിച്ച് പറയാനായിട്ട് വന്നു അവനെ കണ്ടെത്തിയിരിക്കുന്നു, അവനെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി അവർ എന്നെ അല്ല അനുഗമിക്കേണ്ടത്, അവനെയാണ് അനുഗമിക്കേണ്ടത്. കർത്താവ് എന്താവരോട് പറഞ്ഞു? വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. കൂടുതൽ സംസാരമൊന്നുമില്ല. ഗുരു, നീ എവിടെ പാർക്കുന്നു? വന്ന് കാൺമീൻ. എന്തിനാ വന്ന് കാണാൻ പറഞ്ഞത്? കർത്താവ് അവരെ അപ്പോൾ തന്നെ തന്റെ ശിഷ്യന്മാരെ സ്വീകരിച്ചു എന്നാണ് ഇതിന്റെ വ്യക്തമായ ദൃശ്യം എന്നും കാണുവാനായിട്ട് കഴിയും. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരമായിരുന്നു. അവിടെ കർത്താവ് താമസിക്കുന്ന ഇടത്തേക്ക് അവർ ചെന്നു. കർത്താവിനോടുകൂടെ ജീവിക്കുവാനായിട്ട് അവരെ തന്നെ ജീവിതം സമർപ്പിച്ചു. ആ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിൽ പിന്നീടുള്ള പടികളും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം. ഇവിടെ 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. യോഹന്നാൻ എപ്പോഴും, യോഹന്നാന്റെ എഴുത്തിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചറിയാം, യോഹൻ എപ്പോഴും തന്റെ പേര് വെളിപ്പെടുത്തുവാനായിട്ട് യോഹന്നാന് മടിയാ. കാരണം കർത്താവിന്റെ മറവിൽ നിൽക്കാനായിട്ടാണ് യോഹന്നാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. യോഹന്നാൻ സ്നാപകനോടുള്ള ബന്ധത്തിലും താൻ ശിഷ്യനായിരിക്കുമ്പോൾ സ്നാപകനോട് ചേർത്ത് തന്റെ പേര് ബന്ധിപ്പിക്കുന്നതിന് പകരം അവിടെയും മറവിൽ നിൽക്കുവാനായിട്ടാണ് യോഹന്നാൻ ശ്രദ്ധിക്കുന്നത്. ഇവിടെ പറയുകയാണ് 2 പേര് പോയി. അതിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ അനിയനായിരിക്കുന്ന, ബ്രദറായിരിക്കുന്ന അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. ഇവിടെ കർത്താവിന്റെ അടുക്കൽ ചെന്നു. കർത്താവ് എവിടെ പാർക്കുന്നു എന്ന് കണ്ടു. കർത്താവിനോട് കൂടെ താമസിച്ചു. യോഹന്നാൻ അത്രയും പറഞ്ഞ് ആ വിഷയോട് നിർത്തി. കർത്താവിനോട് വെറുതെ രാത്രി കിടന്നുറങ്ങി, ശാപ്പാടും അടിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് പോയെന്നല്ല അതിന്റെ അർത്ഥം. കർത്താവ് അന്ന് രാത്രി കാലം തന്റെ നിയോഗത്തെക്കുറിച്ച് അവരോട് പ്രാരംഭമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ശിഷ്യത്വ പരിശീലനം അവിടെ വെച്ച് നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്ക് എന്തോ പരിശീലനം നൽകിയത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് കൺവിക്ഷനാണ്, എന്ത് ബോധ്യമാണ് നൽകിയതെന്ന് 41-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഇവരെ ഈ ശിഷ്യന്മാർ, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന വ്യക്തികളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ ഇസ്രായേലിന്റെ രക്ഷിതാവായിരിക്കുന്ന വാഗ്ദത്ത മശീഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരുന്നു. ആ വാഗ്ദത്ത മശീഹയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ അവർ ജാഗ്രതയോടെ ഇരിക്കുമ്പോഴാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കായി ഗംഭീര്യമുള്ള ശബ്ദമായിട്ട് അവൻ വരുന്നത്. കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുവിനെന്ന് പറഞ്ഞൊരു പ്രവാചക ശബ്ദം വന്നപ്പോൾ ഇവരതിലേക്ക് പെട്ടെന്ന് ആനയിക്കപ്പെട്ടു. കാരണം ഇവനാണോ വാഗ്ദത്ത മശീഹ എന്ന് അവർക്കൊരു കൺഫ്യൂഷൻ. കാരണം പഴയ നിയമത്തിലെ പ്രവാചക ശബ്ദം പോലെ ഉറച്ച ഒരു ശബ്ദം വന്നു കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ ഈ വ്യക്തികൾ, ഈ യുവാക്കന്മാർ വിചാരിച്ചു ഇദ്ദേഹമാണ് വാഗ്ദത്ത മശീഹ. എന്നാൽ യോഹന്നാൻ അവൻ ശക്തമായിട്ട്, നമ്മൾ 1-ാം അധ്യായം പ്രാരംഭ വാക്യത്തിൽ വെച്ചു, അവൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല, ഞാൻ ക്രിസ്തുവിന് പാതി ഒരുക്കുവാൻ വരുന്നവനാണ്. എന്നാൽ അവരെന്ത് ചെയ്തു? അവൻ ക്രിസ്തു അല്ല എന്ന് പറഞ്ഞിട്ടും
ആ പാതയൊരുക്കുവാൻ വന്ന വ്യക്തിയുടെ പിന്നാലെ അവർ ശിഷ്യന്മാരെ സഞ്ചരിച്ചു. ഇതാണ് ഒരു ആത്മീക ദർശനം ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു വാഞ്ച ഉണ്ടായിരുന്നു, രക്ഷിതാവിനെ കാണണം, വാഗ്ദത്ത മെശിഹയെ കാണണം. ആ ശബ്ദം അവർ കേട്ടപ്പോൾ അവർ ഓടിച്ചെന്നു. അപ്പോൾ പറയുകയാണ്, ഇത് ഞാനല്ല, ഞാൻ മെശിഹയല്ല, പക്ഷെ അവന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവനാണ്. അപ്പോൾ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, ഇവനോട് കൂടെ സഞ്ചരിച്ചാൽ ആ വാഗ്ദത്ത മെശിഹയിലേക്ക് എത്തിപ്പെടുവാനായിട്ട് കഴിയും. അന്ത്രയോസ്, മറ്റത് യോഹന്നാനാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം. എന്നാൽ യോഹന്നാൻ അവിടെ തന്നെത്താൻ മറച്ചു വെച്ചിട്ട് പറയണം, അന്ത്രയോസ് ആദ്യമായി കർത്താവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. മറ്റുള്ളവർക്ക് ഗ്ലോറി ഷെയർ ചെയ്യുവാനുള്ള ഒരു മനോഭാവം അപ്പോസ്തലനായ യോഹന്നാന് തന്റെ ഗുരുവായിരിക്കുന്ന സ്നാപക യോഹന്നാനിൽ നിന്ന് ലഭിച്ചു. അതതിന്റെ ശരിയായ ആശയം. പത്രോസിനോട് എന്ന് പറയും, ഇവരെല്ലാം കൂട്ടുകാരാണ്, ഒരേ നാട്ടുകാരാണ്, ഇവരറിയുന്നവരാണ്, ഇവർ ഒരേ വിഷയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും യോഹന്നാൻ ഓടിച്ചെന്ന് ശീമോൻ പത്രോസിനോട് പറയാമായിരുന്നു. എന്നാൽ അന്ത്രയോസ് ചെന്ന് പറഞ്ഞ കാര്യത്തെ യോഹന്നാൻ എടുത്തു കാണിക്കുന്നതിന് കാരണം യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ലഭിച്ച ആ ശിഷ്യത്വം, ആ താഴ്മയുടെ മനോഭാവം തന്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കുവാനായിട്ട് താൻ ശ്രദ്ധിച്ചു എന്നുള്ളത്. എന്നിട്ട് പറയുന്ന വിഷയം, ഞങ്ങൾ മശീഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തി. പ്രിയമുള്ളവർ, എത്ര സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവം. അത് വെറുതെ ചെന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ല, അത് ഒത്തിരി എക്സൈറ്റ്മെന്റോടെ, ഒത്തിരി ആശ്ചര്യത്തോടെ, ഒത്തിരി ആവേശത്തോടെയാണ് ഈ അന്ത്രയോസ് ചെന്ന് പത്രോസിനോട് പറയുന്നത്, പത്രോസേ, ഞങ്ങൾ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കുള്ള ആവേശം ഇതാ. ഇന്ന് ഈ ആവേശമൊക്കെ കെട്ടടങ്ങി പോയിട്ടുണ്ട്, ഈ ആദ്യ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ബൈബിളും രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് ആവശ്യമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഭയങ്കര ആവേശമായിരുന്നു. അന്ന് വേർപാട് ഇഷ്ടമായിരുന്നു, സുവിശേഷം അറിയിക്കുന്ന ഇഷ്ടമായിരുന്നു, കൂടിവരവുകൾക്ക് ഇഷ്ടമായിരുന്നു, കൂട്ടായ്മകൾ ഇഷ്ടമായിരുന്നു, സുവിശേഷം അറിയിക്കുന്നത് എല്ലാം ഇഷ്ടമായിരുന്നു, ആവേശമായിരുന്നു. ഇന്നെല്ലാം കെട്ടടങ്ങി എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പരിക്ക് പറ്റാതെ ജീവിച്ചു പോകാമെന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. അതിന് കാരണം ഈ ആവേശം കെട്ടുപോയി. മശിഹയെ നമ്മൾ എന്തന്വേഷിച്ചിരുന്നോ അത് കണ്ടെത്തി കഴിയുമ്പോൾ ആ ആവേശം അവിടെ പ്രതിഫലിക്കുവാനായിട്ട് ഇടയായിത്തരണം. അതെന്നും പ്രതിഫലിക്കണം. യോഹന്നാന്റെയും ഈ സ്നാപക യോഹന്നാന്റെ ഒക്കെ ജീവിതത്തിൽ അവരുടെ മരണം വരെയും അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആത്മീയ ദർശനം അവർ മുറുകെ പിടിച്ചിരുന്നു. ആ തീക്ഷ്ണത, ആ ജാഗ്രത അവർ മുറുകെ പിടിച്ചിരിക്കുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവരെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പൊ രണ്ടാമതായിട്ട് കർത്താവിന്റെ ശിഷ്യനായിട്ട് വരുന്ന വ്യക്തിയാണ്. ആദ്യം രണ്ടുപേര് വന്നു, യോഹന്നാനും അന്ത്രയോസും. പിന്നീട് മൂന്നാമതായിട്ട് പത്രോസിനെ അവിടെ കൊണ്ടുവന്നു, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി. ഒരാൾ അടുത്ത് വരുമ്പോൾ നോക്കുമല്ലോ, ആ ഒരു നോട്ടമല്ല. യേശു പത്രോസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ പത്രോസിനെ മുമ്പോട്ടുള്ള അവന്റെ ജീവിതത്തിലെ ദൈവിക പദ്ധതി കർത്താവ് കൃത്യമായിട്ട് അവിടെ വെച്ച് തന്നെ അവന്റെ മേൽ അളന്നു നൽകി അവന്റെ പേരങ്ങോട്ട് മാറ്റി. അവന് കേഫ എന്ന് പേരാ. കേഫ എന്ന് പറയുന്ന ഒരു അരാമിക് വാക്കാണ്. ആ വാക്കിന്റെ അർത്ഥം പാറ എന്നാണ്, അല്ലെങ്കിൽ പത്രോസ്, പാറക്കഷ്ണം അല്ലെങ്കിൽ പാറ എന്നുള്ള ആശയത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുക. ഗ്രീക്കിലെ പത്രോസ് എന്നും പെട്രോസ് എന്നും അരാമിയയിലെ കേഫ എന്നും പേരിട്ടു. എന്താ കാരണം? സഭയുടെ അടിസ്ഥാന പണിയിലേക്ക് പ്രാരംഭമായിരിക്കുന്ന കല്ലുകൾ പെറുക്കി വയ്ക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഈ പത്രോസ്. അതിന് ആദ്യം വന്ന യോഹന്നാനും അന്ത്രയോസും അല്ലെ, അവരങ്ങ് ആക്കിയാൽ പോരായിരുന്നു. അതല്ല ദൈവ നിയോഗം. മൂന്നാമനായി വന്ന പത്രോസിനെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഓരോരുത്തരെയും ദൈവം ഓരോ സ്ഥാനം ഏൽപ്പിച്ചു. പക്ഷെ അവർ ചെയ്ത ശുശ്രൂഷകൾ, യോഹന്നാനും അന്ത്രയോസും ഒരുമിച്ച് കർത്താവിന്റെ അടുക്കൽ ചെന്നു. കർത്താവ് അന്ത്രയോസ് സ്വന്തം സഹോദരനോട് ആദ്യമേ വിഷയം പറഞ്ഞു. ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീക പാഠങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആദ്യം രക്ഷകനെ കുറിച്ച് പറയുവാനായിട്ട് കഴിയണം. അങ്ങനെ കഴിയണമെങ്കിൽ ആ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, എങ്കിലേ പറയാൻ കഴിയുള്ളൂ. ഇന്ന് അത് പറയാത്തതിന് കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ പലരും കർത്താവിൽ നിന്ന് അകന്നു പോകാനുള്ള കാരണം ജീവിതത്തിൽ ആ രക്ഷയുടെ അനുഭവം, ആ ദർശനം, ആ സാക്ഷ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയം. അന്ത്രയോസ് ചെന്ന് പറഞ്ഞു, അവന് യേശുവിന്റെ അടുക്കൽ വന്നു. എന്താ കാരണം? ഇവര് വരാനുള്ള കാരണം എന്താ? ഈ പത്രോസും ഈ വാഗ്ദത്ത മെശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ വന്നു, അവന് പേര് മാറ്റിക്കൊടുത്തു. കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ പഴയ അവസ്ഥയിൽ കർത്താവ് നമ്മളെ കാണുന്നു. ഏത് സന്ദർഭങ്ങളിലും ദൈവമക്കളായിരിക്കുന്ന നാം ഇന്ന് നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ കുറവുകൾ അറിയാം, നമ്മുടെ മേന്മകൾ അറിയാം. എന്നാൽ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പദ്ധതിക്ക് വിധേയപ്പെടുവാനായിട്ട് ഇടയെ തീർന്നാൽ ഒരു പുതിയ പേര് നമുക്ക് തരുവാൻ കർത്താവിന് കഴിയും.
പുതിയ പേരെന്ന് പറയുന്നത് സനീഷ് എന്നുള്ള പേര് മാറ്റി വേറൊരു പേരിടുന്നുള്ള ആശയമല്ല. പക്ഷേ നമ്മളെ ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കർത്താവിന് ഇന്ന് സാധിക്കും. മനം തിരിയുക, മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പാപികൾക്ക് മാത്രമുള്ള ഒരു സന്ദേശമല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കൂടിയുള്ള ഒരു സന്ദേശമാണ്. ആ മനം തിരിഞ്ഞു കഴിയുമ്പോൾ ദൈവം പുതിയ പദ്ധതിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിക്കും. അത് വളരെ വിശാലമായ ഒന്നായിരിക്കും. സമൂലമായ ഒരു മാറ്റം അവിടെ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മാറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയും, നമ്മൾ ഇന്നൊരു മാറ്റത്തിന് വിധേയമായില്ലെങ്കിൽ, മാനസാന്തരത്തിനും യഥാസ്ഥാപനത്തിനും ഉള്ള ഒരു മാറ്റത്തിന് നമ്മൾ വിധേയപ്പെട്ടില്ല എങ്കിൽ അടുത്ത തലമുറയെ ഓർത്ത് അവരുടെ അവസ്ഥ കണ്ട്, പണ്ട് ഏലിയാവ് പറഞ്ഞതുപോലെ എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ, യാക്കോബ് പറഞ്ഞതുപോലെ എൻ്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വിശ്വാസ സമൂഹം മാറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന വിഷയം പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാകുക. നാം കർത്താവിനെ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആ കർത്താവിനെ ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുവാൻ, അത് കൃത്യമായ അളവിൽ കൃത്യസ്ഥലത്ത് കൊണ്ട് കാണിക്കുവാനായിട്ട്. എല്ലായിടത്തും ക്രിസ്തു ഉണ്ട്, എല്ലാം ക്രിസ്തുവാണ്, എതിലെ പോയാലും എല്ലാം കടലിലോട്ടാണ് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പറയുവാനായിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ, വാഗ്ദത്ത മശിഹയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ ഇരിക്കുന്ന ഇടം ഇതാണ്, അവനെ ഇവിടെ വന്ന് കാണണം. അവിടെ ചെന്ന് കാണുവാനായിട്ട് ഇടയായാൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും കർത്താവ് അവരിൽ ഒരു മാറ്റം വരുത്തും. അതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന സന്ദേശം. അടുത്ത 4 പേര് കൂടി ഉണ്ട് അതിന്റെ അടുത്ത സെക്ഷനിൽ. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ ആ വിഷയത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് കുറിക്കൊള്ളുവാനായിട്ട് അനേക ഗുണപാഠങ്ങളുണ്ട്. അല്പം വിശദമായിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മൾ വെറുതെ അതിന്റെ ഔട്ട്ലൈനും സ്ട്രക്ചർ മാത്രം പഠിച്ചു പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. വചനത്തെ പ്രായോഗികമായി മനസ്സിലാക്കി പ്രായോഗികമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ചാലാണ് അനുഗ്രഹമാകുകയുള്ളൂ നമ്മുടെ ജീവിതം. അപ്പോൾ യോഹന്നാന്റെ സ്നാപകന്റെ ജീവിതത്തിൽ യോഹന്നാൻ ഞാൻ കണ്ടതായിരിക്കുന്ന, ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരിക്കുന്ന വ്യക്തിയെ ഞാൻ കണ്ടു. ഞാൻ കണ്ടതിൻ്റെയും എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവനെ അനുഗമിക്കണം. അവൻ എവിടെ പാർക്കുന്നു, നിങ്ങൾ അവന്റെ കൂടെ പോയി പാർത്തു. ഇത്രയും കാലത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ നടന്നു, ഇനി നിങ്ങൾ അവനാണ് ഞാൻ പറഞ്ഞ പുരുഷൻ, അവന്റെ കൂടെ നടക്കുക. ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവം എന്തിനു വേണ്ടിയാ? ഫോർ എ ബെറ്റർ കോഴ്സ്, ഒരു മെച്ചമായിരിക്കുന്ന ഒരു കാരണത്തിനു വേണ്ടി. എന്തിനു വേണ്ടിയാ? യോഹന്നാന്റെ കൂടെ, വഴികാട്ടിയായിരിക്കുന്ന യോഹന്നാന്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ, വഴികാട്ടി കുറച്ച് കഴിയുമ്പം പൊരുളിനെ കാണിച്ചു കഴിയുമ്പോൾ വഴികാട്ടിയുടെ ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം പോകും. എന്നാൽ ശാശ്വതമായിരിക്കുന്ന ആ നിത്യജീവനായിരിക്കുന്ന കർത്താവിങ്കിലേക്ക് നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിത്യതയോളം എന്നും അവരെ നടത്തുവാനായിട്ട് അവൻ മതിയായവനാണ് എന്നുള്ള ബോധ്യത്തിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ല ഗുരുവിനെ നമുക്ക് ഈ യോഹന്നാൻ സ്നാപകങ്ങൾ കാണുവാനായിട്ട് കഴിയും. ആ ഗുരുവിന്റെ ശബ്ദം കേട്ട് ഒരു മടിയും കൂടാതെ കർത്താവിനോട് കൂടെ ചെന്ന് സമയം സ്പെൻഡ് ചെയ്ത് തങ്ങൾക്ക് വ്യക്തമായ ബോധ്യം, യോഹന്നാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കണ്ട് യേശുവിനെ തിരിച്ചറിഞ്ഞുവെങ്കിൽ, യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ നേരിൽ കണ്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവരാണ് പിന്നീട് വന്ന് പറഞ്ഞ് ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടോ? ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവം എല്ലാം ബന്ധുക്കൂസുകാർക്കും ഒക്കെ കരിസ്മാറ്റിക്കാർക്കും കൊടുത്തേക്കുക. ആ അനുഭവം അല്ല ഈ അനുഭവം. കർത്താവിനെ അടുത്തറിയുന്ന, രുചിച്ചറിയുന്ന, കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ ഹിതം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ വരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷ പഠനം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.